നമസ്കാരം. ഞാനിന്നൊരു ഉണ്ടംപൊരി കൊതിയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തു. അതിലേക്ക് ഞാനായിട്ട് കാൽ കപ്പിനും താഴെയായിട്ട് റവ എടുത്തിരിക്കുകയാണ്. ഇതൊരു എല്ലാ ദിവസവും ഓഫീസിൽ ഞാൻ ഇന്ന് കഴിക്കാറുണ്ട്. അന്നേരം തൊട്ട് എനിക്ക് തോന്നിയത് അത് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഞാൻ അതിനകത്ത് എന്താണ് ആഡ് ചെയ്തത്, കുറച്ച് ഉപ്പ് ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാളയംകോടൻ പഴം മിക്സിയിലിട്ട് അരച്ചിട്ട് അതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്തു. പാളയംകോടനാണ് ബെസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വേറെ പഴത്തിനേക്കാളും നല്ലത് പാളയംകോടൻ പഴമാണ്. പിന്നെ അതിനകത്തേക്ക് ഞാൻ നമ്മൾ ശർക്കരപ്പാനി ഇട്ടു. അത് വളരെ കുറച്ച് മാത്രമായിട്ടാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ മധുരത്തിന് എനിക്കിഷ്ടമാണ്, പക്ഷേ കാരണം മധുരമൊക്കെ കുറച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രമാണ് മധുരം ചേർക്കാറുള്ളത്. എല്ലാ ദിവസവും ഓഫീസിൽ ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ഇട്ടത്, സോഡാപ്പൊടി കുറച്ചിട്ട് ലേശം മാത്രം മതി. ഇടാതെ ഉപയോഗിക്കുന്നവരും ഉണ്ട് കേട്ടോ. ഞാൻ ലേശം ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ നെയ്യിൽ മറ്റേ പൊരിച്ച തേങ്ങാക്കൊത്ത് അത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഏലക്കാപ്പൊടി ഇടണമായിരുന്നു. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടായിട്ട് ഇട്ടത്. ഇപ്പോൾ ഇടുന്നതിന് പകരം മറന്നു പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് നന്നായിട്ടാകുമ്പോൾ ഏലക്കപ്പൊടി ഞാൻ ഓർത്തിട്ട് ഇപ്പം ഇടുന്ന കണ്ടില്ലേ. നേരത്തെ ഇടേണ്ടതായിരുന്നു, പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് മറന്നു പോയായിരുന്നു അതിടാൻ വേണ്ടിയിട്ട്. നന്നായിട്ടൊരു പരുവത്തിൽ, അതായത് ഒരു ബോളാക്കാൻ പറ്റുന്ന പരുവത്തിൽ നന്നായിട്ട് കുഴച്ചിട്ട് അടച്ച് വെക്കണം. ഒരു 1-2 മണിക്കൂറൊക്കെ വെക്കണം എന്നാണ് പറയുന്നത്. ഞാൻ 2 മണിക്കൂറൊന്നും വെച്ചില്ല. അതിന് മുമ്പ് തന്നെ ഞാൻ ചാത്തൻ പണി തുടങ്ങി. ഇതെന്താണ്, ഈ നെയ്യ് ബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തേങ്ങാക്കൊത്ത് റെഡിയാക്കിയ നെയ്യിൻ്റെ ബാലൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു. ഞാൻ കുറേ കൂടുതൽ മുങ്ങിക്കിടക്കത്തക്ക രീതിയിലൊന്നും വെളിച്ചെണ്ണ ഉപയോഗിക്കത്തില്ല കേട്ടോ. കാരണം ഇത് റീച്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, ഞാനൊരു പിശുക്കത്തി ആയതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കണം. അതുകൊണ്ട് മുങ്ങിക്കിടക്കത്തില്ല. അപ്പോൾ അതിൻ്റെ അതൊരു അഭംഗിയായിട്ട് കിടക്കും. കൂടാതെ ഞാനൊരു ഫോൾട്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ നനച്ചിട്ട് വേണമായിരുന്നു ബോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടോ എനിക്ക് അപ്പോൾ ആ ബുദ്ധി തോന്നിയില്ല. ഞാൻ ഡയറക്റ്റ് തന്നെ അല്ലാതെ എടുത്തപ്പോഴാണ് അത് ചൊറിഞ്ഞതുപോലെ ഇരിക്കുന്നത്. പക്ഷേ റെഡിയാക്കുമ്പോൾ അത് സ്വാദിനും ടേസ്റ്റിനും ഒന്നും മാറ്റർ അല്ലെങ്കിൽ പോലും ഷേപ്പിന് അതൊരു മാറ്ററാണ്. സോ നിങ്ങൾ കൈ നനച്ചിട്ട് വേണം ബോളാക്കിയിട്ട് ഈ ചൂട് എണ്ണയിലേക്ക് ഇടാൻ. ഫസ്റ്റ് എണ്ണ കത്തിക്കുന്ന രീതിയിലെടുത്ത് ഇടരുതെന്നല്ല, ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്ലാക്ക് കളറാണ് കാര്യം. സോ അതനുസരിച്ച് പാകത്തിന് സിമ്മിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. എന്നും ഞാൻ ഓഫീസിൽ കഴിക്കും കേട്ടോ. അപ്പൊക്കെ ഒരുക്കും സ്വന്തമായിട്ട് എങ്ങനെ ഉണ്ടാക്കണം. അപ്പോൾ അത് എളുപ്പമാണല്ലോ. പക്ഷേ ഇത് സിമ്പിളായിട്ടുള്ള കാര്യമാണെന്നാണ് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. ഇപ്പം എനിക്ക് മനസ്സിലായി ഇത്രയും നല്ല സിമ്പിളായിട്ടുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ കുറേ കൂടെ നന്നായിട്ട് എണ്ണ ഒഴിച്ച് അതിൽ ബോൾ ഇങ്ങനെ മുങ്ങിക്കിടക്കത്തരക്ക രീതിയിൽ വെച്ചാൽ നല്ല രസമായിരിക്കും. ഞാനിങ്ങനെയൊക്കെ തന്നെ ഉണ്ടാക്കുന്നുള്ളൂ. കാരണം നമുക്ക് ഇത് ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ലോ. നിങ്ങളെ കാണിക്കുന്നതിന് കുഴപ്പമില്ല. എനിക്ക് ഇതാർക്കും കൊടുക്കാനല്ലോ, എനിക്ക് സ്വന്തമായിട്ടും കഴിക്കാനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നല്ല പാകത്തിനുള്ള ഞങ്ങൾക്ക് പറ്റിയ മധുരമായിരുന്നു. നമുക്ക് നന്നായിട്ട് വെന്തിട്ട് തന്നെ എടുത്തു കേട്ടോ.